ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. പുതിയൊരു ചെറിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ചെറിയ ഷോർട്സ് വീഡിയോ. അതെ, ഷോർട്സ് വീഡിയോ ആണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ പുളി വെച്ചാൻ പോകുന്നത്. അപ്പം നമ്മൾ ഇവിടെ അല്ല പുളി വെച്ചത്. നമ്മൾ സ്കൂളിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരു വീട്ടിൽ എപ്പോൾ നോക്കിയാലും പുളി വയ്ക്കും. ഞങ്ങൾക്ക് ഭയങ്കര കൊതിയാണ്. ഞങ്ങൾ ഇന്ന് വരുന്ന വഴിക്ക് ബാക്കി വിശേഷങ്ങളൊക്കെ ബാക്കി വിശേഷങ്ങൾ അവിടെ ചെന്നിട്ട് കാണിക്കാം. അപ്പം വരും. അപ്പോൾ ഗൈസ്, റോഡിലൊക്കെ എന്താ പറയുക, വണ്ടിയൊന്നും ഇല്ല, വിജനമായ റോഡാണ്. ഒരു വണ്ടി മാത്രം അങ്ങോട്ട് പോകുന്നുള്ളൂ. അപ്പം നമ്മൾ പുളിയൊക്കെ കിട്ടും. അപ്പം നമ്മൾ സാധാ പുളിയല്ല, ആവണി ഫ്രണ്ടിൽ പോടി, നമ്മൾ സാധാ പുളി വിൽക്കാനായിട്ടല്ല ഗൈസ് പോകുന്നത്. നമ്മൾ സാധാരണ പുളിയല്ല വിൽക്കാൻ പോകുന്നത്. നമ്മൾ റെഡ് പുളിയാണ്, നല്ല ചുമന്നിരിക്കുന്ന പുളിയാണ് നമ്മൾ വിൽക്കാൻ പോകുന്നത്. ഇതാ അങ്ങോട്ട് പോകുന്ന വഴിയാണ്. അപ്പം നമുക്ക് അവിടെ ചെന്നിട്ട് കേൾക്കാം. ഇത് ഈ മരം അതിൻ്റെ ആണ്, പക്ഷെ അതിനകത്തൊരു പുളി പോലും ഇല്ല. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ഗൈസ്, ഇതാണ് നമ്മുടെ സ്പോട്ട്. ഗൈസ്, താണ്ട് ഇവിടെ കണിക്കൊന്നവരുണ്ട്. ഇവിടെ നേരിട്ട് കാണാനാണ് ഇത് ഭംഗി. ആണ് ഞാൻ പറഞ്ഞ പുളി കാണാനും നല്ല ഭംഗിയാണ്, അതുപോലെ തന്നെ നല്ല ടേസ്റ്റുമാണ്. അപ്പോൾ ഇതാ ഇവിടുത്തെ നമ്മുടെ മരം കയറികൾ ഇതെല്ലാം പറിച്ചുകൊണ്ടിരിക്കുകയാണ്. ആകെ 2-3 എണ്ണമുള്ളൂ ഗൈസ്. ഈ വീട്ടിൽ ആരും കാണുന്നില്ല, അല്ലെങ്കിൽ നമ്മൾ ചോദിച്ചിട്ടേ പിച്ചുള്ളായിരുന്നു. പക്ഷേ ഇവിടെ ആരും ഇല്ലാത്തതുകൊണ്ടാണ് നമ്മൾ ഈ പണി ചെയ്യുന്നത്. അപ്പോൾ ഗൈസ്, ഇതൊരെണ്ണവും കൂടെ കിട്ടിയിട്ടുണ്ട്. ഇവിടെ വള പൊട്ടിയെന്നൊക്കെ പറഞ്ഞ് ഇവിടെ ചർച്ച നടക്കുകയാണ് ഗൈസ്. ഗൈസ്, താണ്ട് ഇത് 2 എണ്ണം പുഴുവാണ്, ചെറുതായിട്ട് പുഴുവുണ്ട്. ബാക്കി ഇത് 2 നല്ലതാണ്. ഇതിനിപ്പോൾ തന്നെ ഒരു ചെറിയ മണമൊക്കെ ഉണ്ട്, നല്ല മണമാണ് ഗൈസ്. ഇവിടെ മൊത്തം പ്രകൃതി രമണീയമാണ് ഗൈസ്. താണ്ട് ഇവിടെ ഒരു ചെമ്പരത്തിപ്പൂ നിൽക്കുന്നു. അപ്പോൾ ഇത് കണ്ടപ്പോൾ എനിക്കൊരു ക്രേസ്, അതുകൊണ്ട് ഞാൻ ഇതിനെ പിച്ചുവാണ്. കമോൺ, അതിനകത്ത് 2-3 ഓർമ്മയുണ്ട്. ഇതാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂ. അപ്പോൾ ഇതാണ് നമ്മുടെ ചെമ്പരത്തിപ്പൂ. ഇത് നല്ലതായിട്ട് വെള്ളം തിളപ്പിക്കുന്നൊരു മരമാണ്. ആവണിക്ക് അതിനകത്ത് ഇല വേണമെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഗൈസ്. അപ്പം നമ്മളിങ്ങനെ തിരിച്ച് വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. വീടൊന്നും ആവശ്യമില്ല, നമുക്ക് പൂ മാത്രം മതി. ഗൈസ്, ഇവിടെ ഒരു മരം ഉണ്ടായിരുന്നു, പക്ഷേ അതിനകത്തൊന്നും തന്നെ ഇല്ല. ഇവിടുത്തെ മതിൽ കണ്ടോ ഗൈസ്, വെറൈറ്റി മതിലാണ്. നൈസ്. ഇപ്പോൾ കുഞ്ഞാവ് സൈക്കിൾ കൊണ്ടിട്ട് മറിച്ചേനെ. അപ്പോൾ ദാ നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകണം. ഈ ഒരു വളവ് കഴിഞ്ഞാൽ നമ്മുടെ വീടാണ് ഗൈസ്. ഇതാ വണ്ടിക്കാരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഗൈസ്, ഈ മതിലിപ്പുറത്ത് ഈ കാണുന്നതാണ് നമ്മുടെ അമ്മായിയുടെ വീട്. അമ്മയുടെ വീട്ടിലൊരു മതിലുണ്ട്. മതിൽ റോഡിൻ്റെ അത്രയുള്ള മതിലാണ് ഗൈസ്. ഇതാണ് അമ്മയുടെ വീട്. നമ്മുടെ വീടിൻ്റെ തൊട്ടപ്പുറമാണ്, അവിടെയാണ് നമ്മുടെ വീട്. അവിടെ തൊട്ടപ്പുറത്തേക്ക് ഇവിടെ കുറച്ച് കാണിക്കൊന്നും ഇപ്പോൾ ഇവിടെ ശകലവേ ഉള്ളൂ. ഇത് വിഷു ആകുമ്പോൾ എല്ലാം ഇത് പോയി വേണം. അപ്പോൾ ഇത് കണ്ട പാവണിക്ക് ഒരു ക്രൈസ്. ആ പാവണി അതും പിച്ചിട്ടുണ്ട്. നമ്മുടെ കൊട്ട ഇപ്പോൾ ഒരു പൂക്കൊട്ടയായിരിക്കാണ് ഗൈസ്. കാരണം വന്ന വഴിക്കുള്ള എല്ലാ പൂവുണ്ട്. ചെമ്പരത്തി, കണിക്കൊന്ന, പാലപ്പൂവ്, പിന്നെന്തുവാ കടലാസിൻ്റെ മഞ്ഞ. ആ പിങ്ക് മാത്രം എടുത്തില്ല, ഉണ്ടായിരുന്നു. ഞാൻ വീഡിയോ എടുത്തത്, അവിടെ പിച്ചിയില്ല. അപ്പം വിഷു ആകുമ്പോഴത്തേക്ക് എന്തായാലും ഇതെല്ലാം പൊഴിഞ്ഞു പോകും ഗൈസ്. അപ്പോൾ നമുക്ക് തിരിച്ച് വീട്ടിലോട്ട് പോവാം. അപ്പോൾ ഇത് 6:30 ആയിരുന്നു. അപ്പോൾ പുളി നമ്മൾ 4 കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഗൈസ്, എല്ലാവരും ഒന്ന് കാണിച്ചേ. അതെല്ലാം അടുത്തോട്ട് കൊണ്ടുപോയി കാണിക്കുക. ഇതൊരു ഓറഞ്ച് ഷെയ്ഡാണ്, ബാക്കിയെല്ലാം നല്ല റെഡ് കളറാണ്. ഇത് മാത്രം ഓറഞ്ചാണ്, കാരണം ഇത് കുറച്ചുകൂടെ പഴുക്കാനുണ്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ മരങ്ങേറ്റോ മതിലേറ്റോ എല്ലാം കഴിഞ്ഞ് നമ്മൾ തിന്നാൻ പോകണം. എങ്ങനെയാണെന്ന് ടേസ്റ്റ് പറയാം. പിന്നെ ഇങ്ങോട്ട് വന്നേക്കൂ കുഞ്ഞോ, നീ ഇതിനെത്ര അകന്നു പിന്നെ എന്തെന്ന് എനിക്ക് പുളി ഉണ്ട് കേട്ടോ നല്ല. ഓ, ഇവിടെ നിന്ന് ഓരോന്നൊക്കെ അയ്യോ, എനിക്ക് പച്ചയായിരുന്നു കഴിച്ചാൽ ഇവിടെ എല്ലാം പുളിക്കുന്ന. കുരു ഉണ്ട് കേട്ടോ, കുരു. എനിക്ക് പഴുത്ത് തരുമോ? പഴുത്തതിന് നല്ല മധുരമാണ് ഗൈസ്. അക്കലും പച്ച വേണം, ഭയങ്കര പുളിയാ. വേണ്ടാന്ന് പറഞ്ഞിട്ട് ചെയ്യാൻ കൊടുക്കാൻ. എന്നാ ബാക്കി അമ്മയ്ക്കാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ പുതിയൊരു വീഡിയോ വരുന്നത് വരെ